ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും സിംപ്ലി കേളിയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു സ്വീറ്റ് റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ ബ്രെഡ് വെച്ചിട്ട് ബ്രെഡും തേങ്ങയും പാലും ഒക്കെ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റായിട്ട് അതുപോലെ ക്രിസ്പിയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു അടിപൊളി റെസിപ്പിയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളുടെ റൈറ്റ് സൈഡിൽ ഇതുപോലൊരു സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഉണ്ടാകും. അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ വരും, അതും പ്രസ് ചെയ്തിട്ട് ഓളെന്ന ഓപ്ഷൻ കൊടുക്കാം. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ഇത് ഉമ്മയുടെ സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്കൊരു 1/4 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/4 കപ്പ് തേങ്ങയ്ക്ക് 1/2 കപ്പ് നല്ല കട്ടിയുള്ള പാല് ചേർക്കണം. ഇനി ഇവിടെ നമ്മൾ 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ പാൽപ്പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ ചേർക്കണ്ട, പക്ഷെ ചേർക്കുകയാണെങ്കിൽ നമ്മൾ ഈ ചെയ്യുന്നൊരു ക്രീമിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിൽ നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഏകദേശം ഇവിടെ ഒരു 5 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത്രയും വേണ്ട എന്നുണ്ടെങ്കിൽ അത്രയും ചേർക്കണം എന്നില്ല. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. അതായത് ഈ പാലും തേങ്ങയും എല്ലാം നന്നായിട്ടൊന്ന് കുറുകി നല്ല ക്രീം പോലെ വരണം. അപ്പോഴേ ഈ ഒരു റെസിപ്പിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇത് കുറുകുന്ന സമയം കൊണ്ട് നമ്മുടെ ഗീവ് അവേയുടെ കാര്യം പറയാം. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം ലൈക്കും കമൻറ്റും ചെയ്യണം. പിന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒരു ലിങ്ക് പിൻ ചെയ്തിട്ടിട്ടുണ്ട്. ആ ഒരു വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം ലൈക്കും കമൻറ്റും ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഗീവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് കുറുകി വന്നതിന് ശേഷം ഇതിലോട്ടൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 3-4 ഏലക്ക ഇതുപോലെ ഒന്ന് ചതച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോഴൊന്നും ഫ്ലെയിം ഓഫ് ചെയ്യരുത്, കാരണം ഇതിൽ കുറച്ച് പാലിൻ്റെ അംശവും കൂടെ ഉണ്ട്. അത്യാവശ്യം നമുക്കൊന്ന് കുറുകി കിട്ടണം, അപ്പോഴിതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ ഒന്ന് കുറുകി കിട്ടിയാൽ പിന്നെ നമുക്ക് ഒരുപാടിട്ട് കുറുക്കണ്ട, ഫ്ലെയിം ഓഫ് ചെയ്യാം. കാരണം ഇതിൽ പഞ്ചസാരയൊക്കെ ചേർത്തുകൊണ്ട് ഒരുപാട് അങ്ങ് കുറുക്കി എടുക്കണ്ട. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ബ്രെഡ് നമുക്ക് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം, അതായത് നല്ലതുപോലെ ടോസ്റ്റ് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നെയ്യ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നെയ്യ് ഇഷ്ടമില്ല എന്നുള്ളവരാണെങ്കിൽ എണ്ണ ചേർക്കാം, ഇല്ലെങ്കിൽ ബട്ടർ ചേർക്കാം, എന്ത് വേണമെങ്കിലും നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് ഇവിടെ 2 സ്ലൈസ് ബ്രെഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെയ്യുടെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം കേട്ടോ. ഒരുപാട് നെയ്യ് ഇഷ്ടമുള്ളവരാണെങ്കിൽ അതുപോലെ ചേർത്ത് കൊടുക്കാം. അപ്പം നെയ്യ് ഒരു സൈഡ് മൂപ്പിച്ച് വന്നതിന് ശേഷം അടുത്ത സൈഡിലോട്ട് ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു നമ്മൾ ക്രിസ്പി ആവുന്നത് വരെ നമ്മളൊന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു റെസിപ്പിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം, കാരണം ഈ പഞ്ചസാര ചേർക്കുമ്പോൾ ഒന്നും കൂടെ ഈ ഒരു ബ്രെഡ് ക്രിസ്പി ആവും. അതുമാത്രമല്ല കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ അധികം മധുരം ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നേരത്തെ നമ്മൾ 5 ടേബിൾ സ്പൂൺ ചേർത്തില്ലേ, അതിന് 3.5 ടേബിൾ സ്പൂൺ ചേർത്താലും മതി. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ബ്രെഡിൽ കുറച്ച് പഞ്ചസാര ചേർത്തിട്ട് തന്നെ ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഇപ്പോൾ 2 സൈഡ് നല്ലതുപോലെ ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതെടുത്ത് മാറ്റാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് പേർക്ക് ഹായ് പറഞ്ഞില്ല എന്ന് പരാതിയുണ്ട്. അപ്പോൾ ഹായ് പറയാൻ പറഞ്ഞവരുടെ എല്ലാവരും പേര് ഞാൻ ഈ സൈഡിൽ മെൻഷൻ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രൈ അല്ല, ഒന്ന് ക്രിസ്പി ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്ത് വെച്ച ക്രീം ഇതുപോലെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് നമ്മുടെ കയ്യിലുള്ള ഏത് നട്ട്സാണോ, നമ്മുടെ കയ്യിലുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും നമുക്കിത് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ബ്രെഡ് സ്ലൈസസും നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കാണുന്ന പോലെയല്ല, വളരെ ടേസ്റ്റാണ്, ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇത് ചെയ്ത് കഴിക്കാനായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, കാരണം ഈ എല്ലാ ഇൻഗ്രീഡിയൻസും വീട്ടിൽ എപ്പോഴും കാണുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ചെയ്ത് നോക്കുക. അപ്പോൾ നേരത്തെ ഞാൻ ബർത്ത്ഡേ വിഷ് പറയാൻ മറന്നു. അപ്പോൾ ബർത്ത്ഡേ വിഷ് പറയാൻ പറഞ്ഞവർക്ക് എല്ലാം ഹാപ്പി ബർത്ത്ഡേ. എല്ലാവരുടെ പേരും ഞാൻ ഈ സൈഡിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ റെസിപ്പി എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. Stay at home, stay healthy. Thanks for watching. See you in another video. Assalamu alaikum. Assalamu alaikum. Assalamu alaikum.